പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ അല്ല പൊന്നെ കൽപ്പ് വേദന. ഇവിടെ ആരുമില്ലേ? ഈ നബീസതവിടെ? നബീസ, നബീസ. അല്ല, ആരപ്പത്? ആയിഷാത്തേ. ആജ് ഇവിടെ ഉണ്ടായിനോ? ഞാൻ വിചാരിച്ചു ഇവിടെ ആരുമില്ലാന്ന്. ആ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒത്തു കയറി ആയിച്ചാത്ത ഞങ്ങൾ പുറത്തേക്കുണ്ട്. അല്ല നബീസ, എന്നിട്ട് എന്തൊക്കെയാ എന്റെ വർത്താനങ്ങള്? നല്ല വർത്താനം ആയിഷാത്ത. കൊറേ ആയാലും നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ആടി കൊറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ടേ. വരണ വിചാരിച്ചു, എനിക്ക് സമയം കിട്ടണ്ടേ. അല്ലപ്പ എനിക്കൊക്കെ അങ്ങോട്ട് വന്നൂടെ? ഞാൻ അവിടെ ഒറ്റക്കല്ലേ ഉള്ളൂടി. നിങ്ങൾ പറഞ്ഞ വഴുത്തന്നെ അയച്ചതാ, ഇച്ചു സമയം കിട്ടുന്നില്ലേ. ഇതന്നെ എല്ലാരും അവസ്ഥ. എത്ര കാട്ടയച്ചാത്ത. ഇവളിപ്പോഴും കണ്ടന്നെ കീരിമാമും കണ്ടേരി. അയച്ചാത്ത ഓലിപ്പോഴും കണ്ടതന്നെയാണ്. ഓല് ഇതുവരെയായിട്ട് മുണ്ടിയിട്ടൊന്നുമില്ലേ? അന്ന് ഞാൻ വന്നപ്പോഴും ഇതേ വത്തനാണല്ലോ. എന്നിട്ട് ഇത് റെഡി ആയിട്ടില്ല എപ്പോഴും? ഇല്ല അയച്ചാത്ത, റെഡി ആയിട്ടില്ലേ. അപ്പൊ നബീസ, എനിക്ക് ഇവൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഇതൊന്നും പറയറ്റണേ. ഞാൻ എന്താ പറയണു? പറയാനുള്ളതൊക്കെ പറഞ്ഞുകൂണു. ഓൾക്ക് മനസ്സിലാവണ്ട. എന്നിട്ട് എന്നാലേ ഞാൻ പിന്നെ വരട്ടെ നബീസ. അല്ല അയച്ചാത്ത, ചായ ഒന്നും വേണ്ടേ? ചായ ഒന്നും വേണ്ട, അർജന്റായിട്ട് പോവാണ്ട്. ഞാൻ പിന്നെ വരാം. സുക്കുറേ. ഞാൻ ഇപ്പൊ കുറച്ചേരായിട്ടുള്ളൂ വന്നിട്ട് സുക്കൂറേ. അല്ല, അന്റെ വർത്താനം എന്തൊക്കെ? എന്റെ വർത്താനം എന്താ വെച്ചാലേ, രാവിലെ എണീച്ചാ പണിക്കുക, വൈകുന്നേരം വരിക, ചോറുന്നാ കിടന്നുറങ്ങാം. അതന്നെ അവസ്ഥ. അതൊക്കെ പോട്ടെ. അല്ല, തന്റെ വാപ്പാനോട് ഇപ്പോഴും മുണ്ടാത്തേ? അതിപ്പോ നിങ്ങൾക്ക് അറിയണ്ടല്ലേ, പിന്നെ എത്തി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പതിനങ്ങോട്ട് വന്നത്? ഇജ്ജ് ചൂടാവില്ല, ഞാൻ അങ്ങോട്ട് പറയണ്ടേ കേക്കേജ്. ഞാൻ എന്റെ മൂത്തല്ലേ, എന്നോട് ഇങ്ങനെ ചൂടാവില്ല. ഞാനേ ചൂടായതല്ല അയച്ചാത്ത, നിങ്ങൾക്ക് അറിയണ്ടല്ലേ. ഞാൻ അതുകൊണ്ട് മുണ്ടാത്ത നിങ്ങൾക്ക് അറിയണ്ടല്ലേ. അപ്പോഴും റെഡി ആയിട്ടൊന്നുമില്ല. എന്നോട് മുണ്ടാലേ ഞാൻ മുണ്ടുള്ളൂ. ഇങ്ങനെ കാത്തിക്കണെങ്കിലേ എന്റെ വാപ്പാനോട് ഇനി ഒരിക്കലും മുണ്ടലുണ്ടാവില്ല. എടാ സുക്കൂറേ, ഒന്നില്ലെങ്കിൽ എന്റെ വാപ്പ അന്നെ ഈ ഇമ്മട്ടാക്കി തന്നില്ല ആ തന്തപ്പൊടി. അന്നെ ഈ വലുപ്പാക്കിയ ചെലവിന്റെ പൈസ ഉണ്ടല്ലോ, എന്റെ വാപ്പാക്കേ കക്കൂസിന്നും വേസ്റ്റ് കുജൊന്നും ഒന്നും കിട്ടിയതല്ല. അതും ചോര നീരാക്കി വെയിലും മഴയും കൊണ്ട് കിട്ടേണ്ട പൈസക്കാണ് അന്നെ ഇമ്മട്ടാക്കിയത്. നീ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലേ ഇത് ജീവിച്ചണ്ട, ചത്താളെ. ഞാൻ ഇത്രയും പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലേ ഇതൊരു വാപ്പാന്റെ സ്ഥാനത്താവണം, എന്നാലും എനിക്ക് ഇത്ര മനസ്സിലാവുള്ളൂ. എന്റെ വാപ്പാനോട് മുണ്ടണോ മുണ്ടെന്ന് ഞാൻ തീരുമാനിച്ച. എനിക്ക് ആരും ഉപദേശമൊന്നും വേണ്ട, നിങ്ങൾ പേക്കാനോട്. ഇതൊക്കെ അല്ലെങ്കിലേ ബുദ്ധിയുള്ളവരോട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഞാൻ പോവാണ്, എന്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കി. വാപ്പ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റെഡിയാവുണ്ട്. പിന്നെ നിങ്ങളോട് ഞാൻ ഇതുവരെ ഉണ്ടാകുന്നില്ല കുറേ ദിവസം. അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാനോ? എന്തിന്? ജൊല്ലി എന്നോട് മുണ്ടാക്കല്ലേ. അത് പിന്നെ അതിനപ്പുറത്തതിൽ അങ്ങനെ ആയതല്ലേ, അത് ക്ഷമിച്ചൂടെ എന്നാൽ. അതിപ്പോഴെന്തായിരിക്കും തോന്നി? ഇത്തിരി ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയത്? അത് പിന്നെ നീ കുറേ കാലം കഴിയാനുള്ളല്ലേ നമ്മൾ ഒരുമിച്ച്, അപ്പം അങ്ങനെ പറഞ്ഞതാ. മുണ്ടിക്കാണ്ട് റെഡി ആവുന്നുണ്ടല്ലോ. ഈ ആയിഷാത്ത ആരാ? ഒരു സംഭവല്ലേ. അതൊക്കെ എനിക്ക് അറിയുന്നു, എന്നിട്ട് ഇങ്ങനെ മുണ്ടാകാൻ നടന്നിട്ടില്ലേ? അതൊക്കെ ശരി എന്നാല്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കണം. എന്ത് കാര്യം? ഇജയ് നാളെ മുതൽ ഒരു പണിക്ക് കയറണം. ഇതെല്ലാം ഉണ്ടാക്കണ്ടേ? അല്ല, ഞാൻ നാളെ മുതലേ ക്ഷമിച്ചാന്ന്. എന്നായിക്കോട്ടെ, പോയിക്കോ. പിന്നെ ഞങ്ങൾ പൈസന്ന് ഒരു 500 ഉറുപ്പിക എടുത്തു കേട്ടോ രാവിലെ.
ആ ഏ 500 എന്തിന്? അത് പിന്നെ എൻ്റെ ചെങ്ങാൻ്റെ ബർത്ത്ഡേനും അപ്പൊ അതിന് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി എടുത്തേരും. അത് ചെങ്ങായി ഗിഫ്റ്റ് 500 അഞ്ഞൊന്ന് ഞാൻ യാറപ്പന ഇനി എടുക്കൂല ഇനി വേണ്ട. ഞങ്ങൾ ഈ പേരൻ്റെ ഒത്ത് കയറിയുണ്ടല്ലോ എൻ്റെ ഒത്തിരിച്ച് ഞാൻ വെള്ളമാക്കും.